സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് രാവിലെ ഒരു വാർത്ത കേൾക്കുകയാണ്. കേരളത്തിലെ എല്ലാ മൊബൈൽ ഷോപ്പുകളിലും iPhone 17 Pro Maxും സാംസങ് S26 Ultraവും വെറും ₹1 വിൽക്കുന്നു. 1.5 ലക്ഷം രൂപയുടെ ഫോണുകൾക്ക് ഒരു ചായയുടെ വില പോലുമില്ല. കേൾക്കുമ്പോൾ രോമാഞ്ചം വരുന്നുണ്ടല്ലേ? പക്ഷേ ശരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കേരളം എങ്ങനെ മാറിമറിയും? അതൊരു വിപ്ലവമാകുമോ അതോ ദുരന്തമാകുമോ? ഇതിൻ്റെ പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അറിയാൻ വീഡിയോ മുഴുവനായി കാണുക. വെറും ₹1 ഫോൺ കിട്ടുമെന്ന് കേട്ടാൽ മലയാളി ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? പണ്ട് ലുലു മാളിൽ ഓഫർ വന്നപ്പോൾ ഉണ്ടായ തിരക്ക് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇത് അതിനേക്കാൾ ഭീകരമായിരിക്കും. കേരളത്തിലെ ഓരോ ചെറിയ മൊബൈൽ ഷോപ്പിന് മുന്നിലും കിലോമീറ്ററുകളോളം ക്യൂ വരും. ആളുകൾ തലേ ദിവസം തന്നെ ബെഡ്ഷീറ്റും പായയുമായി കടയ്ക്ക് മുന്നിൽ വന്ന് കിടക്കും. പോലീസ് ലാത്തി വീശേണ്ടി വരും. ഒരുപക്ഷെ നിരോധനാജ്ഞ വരെ പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം ₹1 കിട്ടുന്ന സാധനം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലാണെങ്കിൽ അതൊരു യുദ്ധക്കളമായി മാറും. iPhone 17 Pro Maxും സാംസങ് S26 Ultraവും ഇന്ന് വെറുമൊരു ഫോണല്ല, അതൊരു സ്റ്റാറ്റസ് സിംബലാണ്. പണക്കാരൻ തൻ്റെ പണം കാണിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം. എന്നാൽ എല്ലാവരുടെയും കയ്യിൽ ഈ ഫോണുകൾ എത്തുന്നതോടെ ആ ജാട ഇല്ലാതാകും. ചായക്കടയിൽ ചായ അടിക്കുന്ന ചേട്ടനും റോഡ് പണിയെടുക്കുന്നവരും വലിയ ബിസിനസ്സുകാരനും ഒരേ ഫോൺ ഉപയോഗിക്കുമ്പോൾ iPhone 17 Pro Maxിൻ്റെയും സാംസങ് S26 Ultraയുടെയും ആ ഒരു പ്രീമിയം ലുക്ക് നഷ്ടപ്പെടും. മനുഷ്യർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനോടും ബഹുമാനം തോന്നില്ല. മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറും. ഇന്നൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ ലക്ഷങ്ങൾ വാടകയുള്ള ക്യാമറകൾ വേണം. എന്നാൽ iPhone 17 Pro Maxലെയും സാംസങ് S26 Ultraയിലെയും സിനിമാറ്റിക് മോഡും 4K ക്വാളിറ്റിയും വെച്ച് ആർക്കും സിനിമ പിടിക്കാം. ഒരു ഷോട്ടിന് തന്നെ 10 മുതൽ 20 വരെ iPhone 17 Pro Maxും സാംസങ് S26 Ultraയും പല ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്യും. ക്യാമറ വാടക ഇനത്തിൽ ലാഭിക്കുന്ന പണം വെച്ച് നിർമ്മാതാക്കൾക്ക് വലിയ സെറ്റുകളിടാം. പുതിയ സംവിധായകർക്ക് വലിയ ക്യാമറകൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സ്വന്തം കഴിവ് തെളിയിക്കാം. കേരളത്തിൽ നിന്ന് ലോക നിലവാരമുള്ള ആയിരക്കണക്കിന് ഷോർട്ട് ഫിലിമുകൾ വരാൻ ഇത് കാരണമാകും. ഏറ്റവും രസകരമായ പോയിന്റ് ഇതാണ്. പണ്ട് കുട്ടികൾ ഫോൺ നിലത്തിട്ടാൽ നമ്മൾ നെഞ്ചു പൊട്ടി ഓടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുട്ടി iPhone 17 Pro Maxും സാംസങ് S26 Ultraയും തറയിലിട്ട് പൊട്ടിച്ചാലും അമ്മ പറയും, സാരമില്ല മോനെ, നാളെ അച്ഛൻ വേറൊരെണ്ണം വാങ്ങിത്തരും, ₹1 ഉള്ളൂ. സാംസങ്ങിൻ്റെ S Pen കുട്ടികൾ സ്ലേറ്റിലെ പെൻസിൽ പോലെ ഉപയോഗിക്കും. iPhone 17 Pro Maxും സാംസങ് S26 Ultraയും കട്ടകൾ പോലെ അടുക്കി വെച്ച് കുട്ടികൾ വീട് കെട്ടി കളിക്കുന്ന കാഴ്ച നമ്മുടെ വീടുകളിൽ സാധാരണമാകും. ഫോൺ ഒരു അത്ഭുത വസ്തു അല്ലാതായി മാറും. ഇത് ഗൗരവകരമായൊരു പ്രശ്നമാണ്. iPhone 17 Pro Maxിൻ്റെയും സാംസങ് S26 Ultraയുടെയും ഡിസ്പ്ലേ പൊട്ടിയാൽ അത് ശരിയാക്കാൻ ₹20,000 മുതൽ ₹30,000 വരെ വരും. പക്ഷെ പുതിയ ഫോണിന് ₹1 ഉള്ളൂവെങ്കിൽ ആരെങ്കിലും സർവീസ് സെൻറ്ററിൽ അത് ശരിയാക്കാൻ വേണ്ടി പോകുമോ? ഇല്ല, അവരാ ഫോൺ കുപ്പത്തൊട്ടിയിൽ എറിയും. കേരളത്തിലെ തോടുകളിലും പുഴകളിലും iPhone 17 Pro Maxും സാംസങ് S26 Ultraയും കുന്നുകൂടും. ഇതിലെ ലിഥിയം ബാറ്ററികൾ മണ്ണിൽ കലരുന്നത് വലിയ പരിസ്ഥിതി നാശമുണ്ടാക്കും. സർവീസ് സെൻറ്ററുകൾ മൊത്തം പൂട്ടിപ്പോകും. കാരണം ആരും ഒന്നും നന്നാക്കില്ല. പകരം പുതിയത് വാങ്ങിക്കൊണ്ടേയിരിക്കും. ആപ്പിളും സാംസങ്ങും നഷ്ടം സഹിക്കാൻ തയ്യാറല്ല. അവർ ഫോൺ ₹1 തന്നിട്ട് മറ്റൊരു വഴിയിലൂടെ പണം വാരും. ഫോൺ ഓണാക്കണമെങ്കിൽ മാസം ഒരു തുക, അതായത് 1000-ഓ 5000-ഓ യൂസർ ഫീ അടയ്ക്കണം എന്ന് അവർ നിയമം കൊണ്ടുവരും. നിങ്ങൾ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ലോക്കാകും. അതായത് ഫോൺ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളത് വാടകയ്ക്ക് എടുക്കുന്നത് പോലെയാകും. ₹1 കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കുമ്പോഴായിരിക്കും മാസം തോറുമുള്ള ഈ വലിയ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ചതിക്കപ്പെടുന്നത്. നിങ്ങൾ കടക്കാരന് കൊടുക്കുന്നത് ₹1 ആണെങ്കിലും ബില്ലിൽ ഫോണിൻ്റെ യഥാർത്ഥ വിലയായ ₹1.5 ലക്ഷം രേഖപ്പെടുത്തേണ്ടി വരും. ഇന്ത്യയിലെ നിയമപ്രകാരം 18% GST നിങ്ങൾ അടയ്ക്കണം. അത് ₹1 18% അല്ല, മറിച്ച് ₹1.5 ലക്ഷത്തിൻ്റെ 18%. അതായത് ഏകദേശം ₹27,000 നിങ്ങൾ അപ്പോൾ തന്നെ ടാക്സായി നൽകണം. കൂടാതെ ₹50,000 മുകളിലുള്ള സാധനം സൗജന്യമായി കിട്ടിയാൽ അത് ഗിഫ്റ്റ് ടാക്സ് പരിധിയിൽ വരും. ചുരുക്കത്തിൽ ₹1 ഫോൺ കിട്ടിയാലും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ചുരുങ്ങിയത്
30,000 രൂപയെങ്കിലും പോകും. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ₹1 iPhone 17 Pro Maxും സാംസങ് S26 അൾട്രയും കിട്ടിയാലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ ഇതൊരു വലിയ ലാഭമായി നമുക്ക് തോന്നാം. പക്ഷേ ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം നമ്മൾ ചിന്തിച്ചതിലും ഭീകരമാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഒരു വസ്തുവിന് നമ്മൾ മൂല്യം കൊടുക്കുന്നത്? അതിന് ഒരു വിലയുള്ളത് കൊണ്ടാണ്. ₹1 ഈ ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് വെറും ഒരു കളിപ്പാട്ടമായി മാറും. അതോടെ ആ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ക്രിയേറ്റിവിറ്റിയും ബന്ധങ്ങളുമെല്ലാം വെറും ചീപ്പായി മാറും. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മാസങ്ങളോളം പണം സ്വരൂപിച്ച് ഒരു ഫോൺ വാങ്ങുമ്പോൾ അതിനോട് നമുക്കൊരു സ്നേഹമുണ്ടാകും. അത് നമ്മൾ പൊന്നുപോലെ നോക്കും. എന്നാൽ ₹1 കിട്ടുന്ന സാധനം കേടായാൽ നമ്മളത് വഴിയിൽ വലിച്ചെറിയും. ഇത് നമ്മുടെ പരിസ്ഥിതിയെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല, ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്ന അപകടകരമായ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ എത്തിക്കും. സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതം എളുപ്പമാക്കാനാണ്, അല്ലാതെ നമ്മുടെ മൂല്യങ്ങൾ തകർക്കാനല്ല. ₹1 ഫോൺ കിട്ടുന്നതിനേക്കാൾ വലുത് നമ്മൾ അധ്വാനിച്ച് വാങ്ങുന്ന ആ ചെറിയ ഫോണിൽ കിട്ടുന്ന സംതൃപ്തിയാണ്. അതുകൊണ്ട് വിലയല്ല പ്രധാനം, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. ഇനി നിങ്ങളോടൊരു ചോദ്യം. നാളെ രാവിലെ സത്യമായിട്ടും ഒരു ഷോപ്പിൽ iPhone 17 Pro Maxും സാംസങ് S26 അൾട്രയും ₹1 കിട്ടുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങുമോ? വാങ്ങിയാൽ തന്നെ നിങ്ങളത് ആർക്കായിരിക്കും ആദ്യം ഗിഫ്റ്റ് കൊടുക്കുക? നിങ്ങളുടെ രസകരമായ മറുപടികൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഏറ്റവും നല്ല കമന്റുകൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ചിന്തിപ്പിച്ചെന്നും കരുതുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. അവരും ഒന്ന് ഞെട്ടട്ടെ. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.